വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോർഷനാണ് നോക്കാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലീഡർഷിപ്പ് നോക്കി, അതിനുശേഷം ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് നോക്കുന്നത്. നമ്മൾ ഇതുവരെ നോക്കിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടോപ്പിക്സ് ആയിരിക്കും, ലെങ്തിയസ്റ്റ് ടോപ്പിക്സ് ആയിരിക്കും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ഉണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അത് 2 ക്ലാസ്സസിലായിട്ട് കവർ ചെയ്യാം. കമ്മ്യൂണിക്കേഷനിലോട്ട് കടക്കാം. നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ? അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയവിനിമയം അല്ലേ? സോ ഇവിടെയും അത്രേ അർത്ഥമുള്ളൂ. പക്ഷേങ്കിൽ നമ്മളതിനെ കുറച്ചും കൂടി ഒരു മാനേജ്മെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കാണും, ഒരു ഓർഗനൈസേഷൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കിക്കാണും. ഓക്കെ, അതിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷനിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം, ഏതെല്ലാം രീതി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാം, അങ്ങനെയുള്ളൊരു മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആശയവിനിമയമാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, so communication includes both the transfer and understanding of meaning of the message which the sender wants to convey to the receiver. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരാൾ സെൻഡറാണ്, അതായത് ഒരാൾ ഇൻഫർമേഷൻ കൊടുക്കുന്നു, വേറൊരാൾ ആ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നു, വാങ്ങിക്കുന്നു അല്ലേ? ആശയവിനിമയത്തിൽ എന്താ, നമ്മളൊരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എഴുതിയോ നമ്മൾ ആംഗ്യം കാണിച്ചോ ഒരാൾക്ക് കൺവേ ചെയ്യുന്നു. ആ കൺവേ ചെയ്യുന്നതിന് എന്ത് പറയും? മെസ്സേജാണ്. ആ മെസ്സേജ് മറ്റേ ആൾ മനസ്സിലാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്നത് മാനേജ്മെൻറ്റിലെ മറ്റ് പല കോൺസെപ്റ്റ്സായിട്ട് വളരെയധികം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മോട്ടിവേഷൻ നേരത്തെ സംസാരിച്ചിരുന്നു. മോട്ടിവേഷനായിട്ട് റിലേറ്റഡ് ആണ്. മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആൾക്കാരെ കൂടുതൽ ബെറ്ററായിട്ട്, കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക, കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അവരെ എൻകറേജ് ചെയ്യുക. ഓക്കെ, അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷനും കമ്മ്യൂണിക്കേഷനും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? സഹകരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? ലീഡർഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് ഡയറക്ഷൻസ് പാസ് ഓൺ ചെയ്യാൻ, ഇപ്പോൾ വഴക്ക് പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും അതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ കൂടിയല്ലേ? അതിപ്പോൾ റിട്ടൺ ആണെങ്കിലും വേർബൽ ആണെങ്കിലും എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, പിന്നീട് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും, അതേപോലെ തന്നെ ആ സ്ട്രക്ചർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത്. അത് നമുക്ക് മുന്നോട്ട് കാണാം. ഡിസിഷൻ മേക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ, തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് മീറ്റിംഗ്സ് കൂടുന്നു. എന്താണ് ബോർഡ് മീറ്റിംഗ്സിൽ നടക്കുന്നത്? അവിടെ ആൾക്കാർ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അവിടെ കുറേ ഡെലിബറേഷൻസ് നടക്കുന്നു, അതിൽ നിന്നൊരു തീരുമാനം ഉരുത്തിരിഞ്ഞു വരുന്നു. അല്ല, ഇനിയിപ്പം റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനാണ്. സോ കമ്മ്യൂണിക്കേഷനിൽ കൂടിയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. എന്തൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം? വെർബൽ ആവാം, അതുപോലെ തന്നെ റിട്ടൺ ആവാം, നോൺ വെർബൽ ആവാം. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആംഗ്യം കാണിക്കുന്നത് നോൺ വെർബലായിട്ടുള്ളൊരു ടൈപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, വെർബൽ കമ്മ്യൂണിക്കേഷനിൽ 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ വരും. ഒന്ന് ഓറലും ഒന്ന് റിട്ടണും ആണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻ പഠിക്കാം. വളരെ ഈസിയാണ് ശ്രദ്ധിച്ചിരുന്നാൽ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണല്ലോ. ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയല്ലേ? ആ പ്രക്രിയയിൽ നമുക്ക് പഠിക്കേണ്ടത്, നമ്മളിതിനെ കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക് വേയിൽ, ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ സ്റ്റെപ്സ് പഠിക്കണം. ഏതൊക്കെ സ്റ്റെപ്സിൽ കൂടി എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സെൻഡർ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിച്ചോളൂ. സോ സെൻഡർ, നിങ്ങൾ ആ കേസിൽ സെൻഡറാണ്. നിങ്ങൾ ആ മെസ്സേജ് എൻകോഡ് ചെയ്യും. വാട്ട് ഈസ് എൻകോഡിങ്? എൻകോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങളൊരു ഫോം കൊടുക്കും ആ മെസ്സേജിന്. ഓക്കെ, ആ പ്രോസസ്സ്, ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തെ എന്താണ് പറയുന്നത്? അതിനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്നത്. എന്ത് ആശയത്തെയാണോ നിങ്ങൾ മറ്റേ ആളിൽ എത്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ മെസ്സേജ്. അതിപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ എൻകോഡ് ചെയ്യാം. ഓക്കെ, അത് കൺഫ്യൂസ് ആവരുത്. നിങ്ങൾക്ക് പല രീതിയിൽ എൻകോഡ് ചെയ്യാം. നിങ്ങളിപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ 4 മണിക്ക് വരണം എന്നാണ് ആ വ്യക്തിയോട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു ഓഡിയോ മെസ്സേജായിട്ട് അയക്കാം, നിങ്ങൾക്ക് എഴുതി അയക്കാം. അതൊക്കെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇനി അത് നിങ്ങൾ ഏത് ചാനൽ കൂടി സെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ചാനൽ എന്ന് പറയുന്നത് ഏത് മാധ്യമമാണ് നിങ്ങളതിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പം വാട്സാപ്പ് യൂസ് ചെയ്യാം, ഫോൺ യൂസ് ചെയ്യാം, ലാൻഡ് ഫോൺ യൂസ് ചെയ്യാം, കത്തയക്കാം, നേരിട്ട് പറയാം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സിൽ കൂടി നിങ്ങൾക്ക് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു
ചാനൽ, അതായത് ഒരു മെത്തേഡ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ എന്ത് യൂസ് ചെയ്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയമാണ്. എൻകോഡിംഗ് എന്ന് പറയുന്നത് മറ്റേ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളതിനെ ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രൂപം കൊടുക്കുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് നിങ്ങൾ ആ മെസ്സേജ് ഒരു വഴി സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പുറത്തെ ഡീകോഡിംഗ് നടക്കും. ആ റിസീവർ നിങ്ങൾ ആരോടാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് 4 മണിക്ക് എത്തണം എന്ന്, അല്ലെങ്കിൽ 4 മണിക്ക് കാണാമെന്ന്, ആ വ്യക്തിയാണ് റിസീവർ. ആരാണോ റിസീവ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് റിസീവർ. ആ വ്യക്തി ഏത് പ്രക്രിയയാണ് ചെയ്യുന്നത്? ഡീകോഡിംഗ് ആണ്. ഡീകോഡിംഗ് എന്ന പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്ന ഒരു രൂപത്തിലേക്ക് ആ വ്യക്തി കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം എൻകോഡിംഗ് ചെയ്യുന്നു, പിന്നീട് അതിനെ ഡീകോഡിംഗ് ചെയ്താണ് റിസീവർ ആ കാര്യം മനസ്സിലാക്കുന്നത്. ഈ ടേംസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതിന്ന് MCQ ചോദിക്കാൻ വളരെ പ്രോബബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇത് ഏതാണെന്നുള്ളതിന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. സോ റിസീവറിൻ്റെ കയ്യിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുന്നു. ഈ റിസീവർ കൊടുക്കുന്ന മറുപടിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫീഡ്ബാക്ക് നമ്മളെ എന്തിനൊക്കെ സഹായിക്കും? പ്രത്യേകമായിട്ടും ഫീഡ്ബാക്ക് നമ്മളെ സഹായിക്കുന്നത്, നമ്മൾ ഒരാൾക്ക് ഇൻഫർമേഷൻ കൊടുത്തെങ്കിൽ ആ വ്യക്തിക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കാനാണ് ഫീഡ്ബാക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ കൂടാതെ കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നമുക്ക് നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നോയ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നെഗറ്റീവ് വേയിലല്ല നമ്മൾ പറയുന്നത്. നോയ്സ് ശബ്ദശല്യം പോലെയുള്ള കാര്യങ്ങളാണ്. നോയ്സ് എന്ന് വെച്ചാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിസ്റ്റർബൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ചാനലിൽ വരുന്ന ഡിസ്റ്റർബൻസുകൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശല്യങ്ങളോ ഒക്കെ വരും. അതിനെയൊക്കെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രക്രിയയിൽ എവിടെ വെച്ച് വേണമെങ്കിലും നോയ്സ് ഉണ്ടാവാം. എൻകോഡിങ്ങിൻ്റെ സാഹചര്യത്തിലാവാം, ഡീകോഡിങ്ങിലാവാം, ചാനലിനുള്ളിലാവാം നോയ്സ് ഉണ്ടാവുന്നത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം എന്തൊക്കെ നോയ്സുകളുണ്ട്, എന്തൊക്കെ ബാരിയേഴ്സാണ് കമ്മ്യൂണിക്കേഷനുള്ളതെന്ന്. ഈ ഒരു ജനറൽ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രക്രിയയിൽ കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന്. ആദ്യം ഒരു സെൻറ്റർ ഉണ്ടാവും. ആ വ്യക്തി ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യും. ഒരു മെസ്സേജ്, അതായത് ആശയം എൻകോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ചാനൽ ചൂസ് ചെയ്ത് അതിനെ മറ്റേ വ്യക്തിയിലേക്ക് എത്തിക്കും. ആ വ്യക്തി, അതായത് റിസീവർ, അതിനെ ഡീകോഡ് ചെയ്യും. അതിന് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ ഒരു ടേമും കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, നോയ്സ്. നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എവിടെ വെച്ചും വരുന്ന പലതരത്തിലുള്ള ഡിസ്റ്റർബൻസുകളാണ് നോയ്സ്. ഈ ടേംസ് പഠിക്കേണ്ടതാണ്. സെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ആ കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്, അതായത് സെൻഡ് ചെയ്യുന്ന ആൾ. ഓക്കെ, എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വ്യക്തിക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് നമ്മളുടെ ആശയങ്ങളെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. മെസ്സേജ്, നമ്മൾ അൾട്ടിമേറ്റ്ലി എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയം, അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആക്ഷനായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഓറലായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പല രീതിയിൽ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചാനൽ എന്ന് പറയുന്നത് ഏത് മീഡിയത്തിൽ കൂടിയാണ്, ഏത് രീതിയിൽ, എന്തിൽ കൂടിയാണ് നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. ഫോൺ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ ലെറ്റർ എഴുതാം, ഇമെയിൽ എഴുതാം, ഉറക്കെ വിളിച്ച് പറയാം, തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ട് നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം, മെസ്സേജ് അയക്കാം, ഒരുപാട് രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ഏത് രീതിയിലാണെന്നുള്ളതാണ് ചാനൽ അഥവാ മീഡിയം എന്ന് പറയുന്നത്. ഡീകോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ആൾ അതിനെ മനസ്സിലാക്കുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുമായ പ്രക്രിയയാണ് ഡീകോഡിങ്. ഇനി വരുന്നതാണ് നോയ്സ്. നോയ്സ് നമ്മൾ പറഞ്ഞു ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസ് വന്നാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുക? അത് കമ്മ്യൂണിക്കേഷൻ്റെ ആക്യുറസിയെ കുറയ്ക്കും, അതായത് കൃത്യതയെ. കമ്മ്യൂണിക്കേഷൻ്റെ, ആശയവിനിമയത്തിൻ്റെ കൃത്യതയെ അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിയെ കുറയ്ക്കുന്നതാണ് നോയ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ലാൻഡ് ലൈനിൽ ടിപ്പിക്കൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻഡ് ലൈനിൽ സംസാരിക്കുമ്പം പണ്ട് എരപ്പ് വരില്ലായിരുന്നോ, ഇങ്ങനെ ഒരു ശബ്ദം വരില്ലായിരുന്നോ? അതെന്താണ്? അതൊരു തരം നോയ്സാണ്. നോയ്സ് ഒരുപാട് തരത്തിലാകാം. മറ്റേ ആൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതും ഒരു തരം ഡിസ്റ്റർബൻസ് ആണ്. സോ പലതരത്തിലുള്ള നോയ്സുകൾ ഉണ്ടാവാം. നമുക്ക് മുന്നോട്ട് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പാണ്. അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് റിസീവറിന്ന് തിരിച്ച് ആ ഇൻഫർമേഷൻ പോകും. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഇൻഫർമേഷൻ ഇസ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ്. വ്യക്തമായിട്ട് മറ്റേ ആൾക്ക്, ഇപ്പം നിങ്ങൾ പറഞ്ഞു 4 മണിക്ക് എത്തണമെന്ന്, ആ വ്യക്തിക്കത് എത്രത്തോളം മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലായില്ല, അയാൾ എത്തുമോ ഇല്ലയോ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആക്കുന്ന പ്രക്രിയയാണ് ഫീഡ്ബാക്ക്. ഓക്കെ,
കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ജനറലി പറയുന്ന 2 കോൺസെപ്റ്റുകളാണ് 4Sഉം അതേപോലെ തന്നെ 7Cയും. 4S എന്ന് പറയുമ്പോൾ 4 Sകളാണ് കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കുന്ന, കമ്മ്യൂണിക്കേഷനെ കൂടുതൽ പ്രോപ്പറാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്ന 4 S വെച്ച് തുടങ്ങുന്ന വാക്കുകളാണ്. അതേപോലെ തന്നെ C വെച്ച് തുടങ്ങുന്ന മറ്റ് 7 വാക്കുകളാണ്. നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. ഷോർട്ട്നെസ്, കാര്യങ്ങൾ കഴിവതും ചുരുക്കി പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഷോർട്ട്നെസ്. ഒരുപാട് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ഒക്കെ അത് അത്ര നല്ലതായിരിക്കില്ല. സിംപ്ലിസിറ്റി, കാര്യങ്ങൾ ഏറ്റവും എളുപ്പമായ രീതിയിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള വാക്കുകൾ, വളരെ കൂടിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കാം. പക്ഷേ അതുകൊണ്ട് എന്താ പ്രശ്നം അവിടെ സംഭവിക്കാം? മുന്നിൽ നിൽക്കുന്ന ആൾക്കത് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ സിമ്പിളാക്കി വെക്കുക കമ്മ്യൂണിക്കേഷൻ. സ്ട്രെങ്ത്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിന് അർഹിക്കുന്ന സ്ട്രെങ്തോടു കൂടി പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർമി റെജിമെൻറ്റുകളിലൊക്കെ അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്ന ആ ഒരു ടോണും മോഡുലേഷനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് ഈ ആർമി, പോലീസ് നിങ്ങൾ ടി വിയിലും മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെന്താണ്? അത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രെങ്ത് ആണ്. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ബോസ്, സീനിയർ, സുപ്പീരിയർ ആയിട്ടുള്ള വ്യക്തി താഴെയുള്ള ആളോട് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ രീതി വേറെയാണ്. താഴെയുള്ള ആൾ മുകളിലുള്ള ഒരാളുടെ സംസാരിക്കുമ്പോഴത്തേക്കിനും അതിൽ കുറച്ചും കൂടെ ഭവ്യത ഉണ്ടാവും. അതാണ് സ്ട്രെങ്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ സിൻസിയറിറ്റി, ആത്മാർത്ഥമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കാൻ ശ്രമിക്കുക. 7C'സിലേക്ക് നമുക്ക് വരാം. ഒന്ന് കംപ്ലീറ്റ്നെസ് ആണ്. അതായത് പറയുന്ന കാര്യങ്ങൾ മുഴുവനായി പറയുക എന്നുള്ളതാണ്, കംപ്ലീറ്റായി പറയുക എന്നുള്ളതാണ് കംപ്ലീറ്റ്നെസ്. കൺസൈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ചുരുക്കം തന്നെയാണ്, ചുരുക്കി പറയുന്നതിനെയാണ് കൺസൈസ് ആയിട്ട് പറയുക എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഷോർട്ട്നെസ്സിന് വളരെ സിമിലറാണ് കൺസൈസ് ആയിട്ട് പറയുക എന്നുള്ളത്. പിന്നെ ഒന്ന് കൺസിഡറേഷൻ, മുന്നിൽ നിൽക്കുന്ന ആളെ കരുതുന്നതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കരുതലോടുകൂടി സംസാരിക്കുക, സാഹചര്യങ്ങൾ അറിഞ്ഞ്, വ്യക്തികളെ അറിഞ്ഞ്, ആ വ്യക്തിയെ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിവുള്ളതായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുത്ത് സംസാരിക്കുന്നതിനാണ് കൺസിഡറേഷനോടുകൂടി സംസാരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒന്നാണ് ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തത, ക്ലിയർ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംസാരം മാത്രം ആവണമെന്നില്ല, നിങ്ങൾ ഒരു ലെറ്റർ എഴുതി കൊടുക്കുകയാണെങ്കിലും അത് ക്ലിയർ ആയിരിക്കണം, അതിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. അതുപോലെ കോൺക്രീറ്റ്നെസ്, വളരെ കോൺക്രീറ്റ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തതായിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അത് റിട്ടൺ ആണെങ്കിലും ഓറൽ ആണെങ്കിലും. ഓക്കെ. അതേപോലെ തന്നെ കേർട്ടസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവ്യതയോടെ സംസാരിക്കുക. കറക്റ്റ്നെസ്, ശരിയായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ശരിയായ ഇൻഫർമേഷൻ നമ്മൾ മറ്റേ ആളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതാണ് 4Sഉം 7C'സും. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തൊക്കെ സാധ്യമാവുന്നു? എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ? എന്തൊക്കെ ഫങ്ഷൻസാണ് കമ്മ്യൂണിക്കേഷൻ നിറവേറ്റുന്നത്? ഒന്ന് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജ് ചെയ്യാൻ, എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഇപ്പോൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിലാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഡോക്യുമെൻറ്റ്സ് വേണം, ആൾക്കാർ ഡിസ്കസ് ചെയ്താണ് ആ പ്ലാൻസ് ഉണ്ടാക്കുന്നത്. ഇതിലെല്ലാം എന്താണ്, ആൾക്കാർ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫീഡ്ബാക്ക്, മറ്റ് വ്യക്തികൾ എന്താണ് മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ഉപാധിയും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അങ്ങോട്ട് ആശയവിനിമയം നടത്തുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് റിപ്ലൈ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ ഷെയറിങ് എന്താണ്? ആൾക്കാരുടെ മാനസികാവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു ഫങ്ഷൻ. അതുപോലെ തന്നെ പെർസ്വേഷൻ അല്ലെങ്കിൽ പെർസ്വേഷനിൽ നമ്മൾ വേറൊരു വ്യക്തിയെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പെർസ്വേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളെ നമ്മൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ഇൻ എ പോസിറ്റീവ് സെൻസ്. അല്ലാതെ നമ്മൾ അവരെ കഷ്ടപ്പെടുത്തി കൂടുതൽ ചെയ്യിപ്പിക്കുകയല്ല, അവരെ ഉള്ളിൽ നിന്ന് തൃപ്തരാക്കുക, സന്തോഷവാന്മാരാക്കുക, അതിലൂടെ അവരെ ബെറ്റർ ആക്കുക, അവരുടെ ആ ഒരു സ്റ്റേറ്റസ് ബെറ്റർ ആക്കുക. അതിനെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എനിക്ക് എക്സാക്ട് മലയാളം വാക്ക് കിട്ടുന്നില്ല മോട്ടിവേഷൻ്റെ.
ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ പറഞ്ഞത് തന്നെ ആശയങ്ങൾ കൈമാറാൻ വേണ്ടി, ഇതിനൊക്കെ വേണ്ടിയാണ് ഇൻ ജനറൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ ഡൗൺവേർഡ് ഫ്ലോ ചെയ്യാം, അപ്വേർഡ് ഫ്ലോ ചെയ്യാം, ഹൊറിസോണ്ടൽ, ഡയഗണൽ ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാം. നമുക്കിതൊക്കെ വേണം. ഓക്കെ, ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. സോ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ ഓർഗനൈസേഷണൽ ഹൈറാർക്കിയൊക്കെ പഠിച്ചിരുന്നല്ലോ. ഏറ്റവും മുകളിൽ ആരാണ്? ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി. താഴോട്ട് വരുന്തോറും ജൂനിയർ, ഏറ്റവും താഴെ വരും അല്ലേ? അതിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും സീനിയർ നിന്ന് ജൂനിയറിലേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ദ കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് ഡൗൺവേർഡ്സ്. മുകളിലെ ഉള്ള ആൾക്കാർ താഴെ വരുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന അഥവാ അവർക്ക് ആശയം കൈമാറുന്നതിനെയാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഓർഗനൈസേഷൻ്റെ അതോറിറ്റേറിയൻ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ വരുള്ളൂ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ ഏറ്റവും താഴെയുള്ള ആൾക്കാരോട് താഴോട്ട് സംസാരിച്ച് പോകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തായിരിക്കും? അതോറിറ്റി ബേസ്ഡ് ആയിരിക്കും. പിന്നെ വരുന്നത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനാണ്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ നമ്മളിപ്പോൾ ഡൗൺവേർഡിൽ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് താഴെ നിന്ന് മുകളിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. മുകളിൽ താഴേക്ക് വരുന്ന എന്താണ്? പൊതുവെ അഡ്മിനിസ്ട്രേഷനിൽ അതോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ താഴോട്ടേക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്വേർഡ് തിരിച്ചു പോകുമ്പോൾ അത് പൊതുവെ എന്താണ്? ഫീഡ്ബാക്കുകളാണ് പോകുന്നത്. സജഷൻസ്, ഗ്രീവൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ പോകുന്നത്. അപ്വേർഡ് എന്നുള്ളതിന് അപ്സ്ട്രീം എന്ന വേർഡും യൂസ് ചെയ്യാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സാണ്. ഒരു ഫീഡ്ബാക്ക് മെക്കാനിസവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കുറച്ച് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നീട് വരുന്നത് ലാറ്ററൽ കമ്മ്യൂണിക്കേഷനാണ്. ഒരേ ലെവലിലുള്ള രണ്ട് ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലാറ്ററൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്ഷൻ ഹെഡുകൾ തമ്മിൽ സംസാരിക്കാം. ലാറ്ററൽ എന്ന് വെച്ചാൽ ഒരേ നിരപ്പിലുള്ളതെന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ രണ്ട് സെക്ഷൻ ഹെഡ്, ഇപ്പോൾ അക്കൗണ്ട്സിൻ്റെ ഹെഡ് സംസാരിക്കുകയാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഹെഡിനോട് അല്ലെ പർച്ചേസ് ഹെഡിനോട്. അതെന്താ? അത് ലാറ്ററൽ കമ്മ്യൂണിക്കേഷനാണ്. നേരത്തെ പറഞ്ഞത് ഡൗൺവേർഡും അപ്വേർഡും ആണ്. അതായത് ഓർഗനൈസേഷനിലെ ഹൈറാർക്കി ചെയിനിൽ മുകളിൽ താഴോട്ടും താഴേന്ന് മുകളിലോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ. പിന്നീടുള്ളത് ലാറ്ററൽ കമ്മ്യൂണിക്കേഷനാണ്. ലാറ്ററൽ കമ്മ്യൂണിക്കേഷനിൽ ഒരേ ലെവലിലുള്ള ആൾക്കാർ തമ്മിലാണ് സംസാരിക്കുന്നത്. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് വ്യത്യസ്തമാണ്. അതിൽ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ അക്കൗണ്ട്സും ക്വാളിറ്റി കൺട്രോളും തന്നെ എടുക്കാം. അക്കൗണ്ട്സിലെ ഒരു അസിസ്റ്റൻറ്റ് ക്വാളിറ്റി കൺട്രോളിലെ മാനേജറോട് സംസാരിക്കുകയാണ്. ഇപ്പുറത്ത് താഴെയുള്ള ഒരാൾ, ഒരു സെക്ഷനിലെ താഴെയുള്ള ഒരാൾ അപ്പുറത്തെ സെക്ഷനിൽ അയാളെക്കാട്ടിൽ ഒരു ലെവൽ മുകളിലോട്ടുള്ള ഡയഗണൽ വേയിൽ സംസാരിക്കുകയാണ്. ഡയഗണൽ എന്താണ്? നമ്മളൊരു സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോണ് തൊട്ട് കോണ് വരെ വരയ്ക്കുന്നതിനെയാണ്, ആ വരയ്ക്കാണ് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പം അതെന്താ? ഒരു താഴത്തെ ഒരു പോയിന്റിൽ നിന്ന് മുകളിലത്തെ ഒരു പോയിന്റിലേക്ക് ചരിഞ്ഞ് കയറുകയാണ്. നേരെ പോലും അല്ലല്ലോ അത് കയറുന്നത്. അതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഒരാളുണ്ട്, അയാളുടെ ഒരു ജൂനിയർ ഉണ്ടാവും, പിന്നീട് ഇവിടെ വേറൊരു ഓഫീസ് ഉണ്ടാവും, അതിൻ്റെ ഒരു ജൂനിയർ കാണും. സംഭവിക്കുന്നത് ഇവിടെയുള്ള ജൂനിയർ ഈ സീനിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഇതിപ്പം ക്വാളിറ്റി കൺട്രോൾ ആണെങ്കിൽ ക്വാളിറ്റി കൺട്രോളിലെ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സിൻ്റെ മാനേജറോട് സംസാരിക്കുന്നതിനാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഫോർമൽ നെറ്റ്വർക്കിൽ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻസിന് അല്ലെ അതിൻ്റെ ചാനലുകൾ, അതിനെ നെറ്റ്വർക്കുകൾ എന്ന് വിളിക്കും. കുറച്ചുകൂടെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട്. മറ്റേ നമ്മൾ ഡയറക്ഷനാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. നെറ്റ്വർക്കുകളിൽ പല ഡയറക്ഷനിൽ ഒരുമിച്ച് ഫ്ലോ ചെയ്യാൻ പറ്റും. ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഒന്നെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് ആ ഹൈറാർക്കിയിൽ ത്രൂ ഫ്ലോ ചെയ്യുന്നതിനെയാണ് ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മുകളിലോട്ടും താഴോട്ടും ഫ്ലോ ചെയ്യുന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഓർഡേഴ്സ് താഴോട്ട് പാസ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ താഴെയുള്ളവർക്ക് മുകളിലുള്ളവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം, സജഷൻസ് കൊടുക്കാം. അതൊക്കെ പൊതുവെ എന്തിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്?
ചെയിൻ ചാനൽ അല്ലെങ്കിൽ ചെയിൻ നെറ്റ്വർക്ക് രണ്ടും പറയും. ചെയിൻ ചാനൽ എന്നും പറയും, ചെയിൻ നെറ്റ്വർക്ക് എന്നും പറയും. സോ ഇതിൽ രണ്ടിലും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് വീൽ ചാനലാണ്. ഇതിൻ്റെ ഷേപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നടുക്കൊരു സെൻട്രൽ പോയിൻ്റിൽ ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തിയാണ് ചുറ്റുമുള്ള എല്ലാവർക്കും ഇൻഫർമേഷൻ റിലേ ചെയ്ത് കൊടുക്കുന്നത്. എ ആണ് സിയോടും പറയുന്നത്, എ ആണ് ഇയോടും പറയുന്നത്, ഡിയോടും ബിയോടും എല്ലാവരോടും പറയുന്ന ആരാ? എ ഒരൊറ്റ ഒരാളാണ്. അതെന്താ മനസ്സിലായത്? ഇതൊരു വീല് പോലെയല്ലേ? നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് വട്ടത്തിൽ ഇത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഇതൊരു വീല് പോലെ ഇല്ലേ? സോ ഈ ആളാണ് പുറത്തോട്ടുള്ള എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ വീൽ കമ്മ്യൂണിക്കേഷൻ, വീൽ ചാനലിലെ വീൽ നെറ്റ്വർക്ക് നമ്മൾ പറയുന്നത്. ഇൻഫർമേഷൻ ഫ്ലോസ് അമംഗ് ദ മെമ്പേഴ്സ് ത്രൂ എ ലീഡർ ഹു ആക്ട്സ് ആസ് ദ സെൻട്രൽ പോയിൻറ്റ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സെൻട്രലൈസ്ഡ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. കാരണം ഒരൊറ്റ വ്യക്തിയാണ് മൊത്തം കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യുന്നത്. ഈ ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ചുറ്റുമുള്ള എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുന്നത്. ചാനൽ അല്ലെങ്കിൽ സർക്കിൾ നെറ്റ്വർക്ക് എന്ന് പറയും. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഒരാൾ അടുത്താക്ക് കൊടുക്കുന്നു, അയാൾ അടുത്താക്ക് കൊടുക്കുന്നു, പിന്നെ ഒരാൾക്ക് കൊടുക്കുന്നു. ഇത് ഒരു ഡയറക്ഷനിലും ഫ്ലോ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഇതേ സാധനം മറ്റേ ഡയറക്ഷനിലോട്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് സർക്കിൾ ചാനൽ എന്ന് പറയുന്നത്. മെമ്പേഴ്സ് തമ്മിൽ ലാറ്ററലി ആണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഒരാൾ അടുത്ത ആൾക്ക്, അടുത്ത ആൾ മറ്റൊരാൾക്ക് ഈ സാധനം തന്നെ തിരിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നമ്മൾ സർക്കിൾ ചാനൽ എന്ന് പറയുന്നുണ്ട്. അവസാനം ഒരു സർക്കിൾ പോലെയാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ചാനൽ കിട്ടുന്നത്. ഓൾ ചാനൽ നെറ്റ്വർക്ക്. ഓൾ ചാനൽ നെറ്റ്വർക്ക് എന്താണ്? എല്ലാ മെമ്പേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത്. ഇതിൽ നോക്കിക്കേ, 5 പേരാണുള്ളത്. ഈ 5 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നേരിട്ട് സംസാരിക്കാൻ പറ്റും. ബേസിക്കലി അതൊരു സെൽഫായിട്ട് മാനേജ്ഡ് ആയിട്ടുള്ള ടീംസിലായിരിക്കും അത് പറ്റുക. അതായത് ഒരു പേഴ്സൺ ലീഡർഷിപ്പ് ഇല്ല, അതേപോലെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഏരിയയിലായിരിക്കും ഓൾ ചാനൽ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. സോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണ്ട ഏരിയാസാണ്. ഫോർമൽ നെറ്റ്വർക്ക് ടൈപ്സ് ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷനിൽ. ഇതിൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ടൈപ്പും കൂടി പഠിക്കാനുണ്ട്, ഇൻവേർട്ടഡ് വി. ഇൻവേർട്ടഡ് വിയിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 റിപ്പോർട്ടിംഗ് സുപ്പീരിയേഴ്സ് കാണും. ഇവിടെ ബി നമുക്ക് എടുക്കാം. ഇവിടെ ബി എടുത്തു കഴിഞ്ഞാൽ ബിക്ക് എയുമായിട്ടും റിപ്പോർട്ടിംഗ് റിലേഷൻ ഉണ്ട്. ബി എയോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ബി ഡിയോടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി അയാളുടെ സീനിയറോടും അതേപോലെ തന്നെ ഒരു സൂപ്പർ സീനിയറോടും കൂടി സംസാരിക്കുന്നതിനെയാണ് ഇൻവേർട്ടഡ് വി ചാനൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആസ് വെൽ ആസ് സെക്കൻഡ് സുപ്പീരിയർ. അതായത് സുപ്പീരിയറിൻ്റെ സുപ്പീരിയറിനോടും കൂടി സംസാരിക്കുന്നതിനെയാണ് ഇൻവേർട്ടഡ് വി ചാനൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.